ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു പോക്കറ്റ് ഷവർമയുടെ റെസിപ്പി ആയാലോ. അതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് 150 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ പീസ് തന്നെ വേണം. നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് ആവശ്യത്തിന്. എന്നിട്ട് നമുക്കിതെല്ലാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്കതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് 2 കോഴിമുട്ട ഇതിലേക്ക് നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇത് നമ്മൾ ബ്രെഡ് മുക്കി പൊരിക്കാനായിട്ടാണ് നമുക്കിത് ആവശ്യമാണ്. അപ്പോൾ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് 8 സ്ലൈസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 8 സ്ലൈസ് ബ്രെഡിൻ്റെയും അരികു വശം നമ്മുടെ ഈ ബ്രൗൺ പാർട്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളത്തേക്കാണ് വേണ്ടി വരുന്നെങ്കിൽ അത് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്കിത് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിക്കാം. ആദ്യം ചൂടാക്കിയതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ചൂടാക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെ എല്ലാ ബ്രെഡിൻ്റെയും അരികുവശം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ് നമ്മൾ തയ്യാറാക്കി വെക്കണം. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഒരു ചെറിയൊരു പീസ്, അതായത് ക്യാബേജ്, അതുപോലെ 1 ക്യാരറ്റ്, ഒരു ഹാഫ് ക്യാപ്സിക്കം, ഇത്രയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ് ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. അതുപോലെ 2 സ്ലൈസ് ബ്രെഡ് നമ്മളിതുപോലെ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഈ മുട്ടയുടെ ബാറ്ററിൽ നമ്മളിതുപോലെ മുക്കി വയ്ക്കും. ജസ്റ്റ് 4 വശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസ് പൊടിച്ച് വെച്ചതിൽ വെക്കുക. സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ജസ്റ്റ് തിരിച്ചും മറിച്ചും അതിൻ്റെ മേലെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ മുട്ടയുടെ ഇതിൻ്റെ മാവ് ജസ്റ്റ് ഒന്ന് ഒട്ടി പിടിച്ചിട്ട് നമുക്കത് ജസ്റ്റ് അത് ശരിയായി കറക്റ്റായിട്ട് കിട്ടാതിരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബ്രെഡിൽ എല്ലാ ബ്രെഡ് ക്രംസും പറ്റി പിടിക്കും. അങ്ങനെ നമ്മൾ ചൂടായ സൺഫ്ലവർ ഓയിൽ നമ്മളിതുപോലെ മുക്കി പൊരിച്ച് എടുക്കുക. നമുക്ക് തിരിച്ചും മറിച്ചിടാം. ഇതുപോലെ 2 ബ്രെഡ് വെച്ചിട്ട് വേണം. ഇതുപോലെ 4 വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക. ആ പോക്കറ്റ്സൊക്കെ വിട്ട് പോകാതിരിക്കാനാണ് നമ്മളിതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് 2 ഫ്രൈ പാൻ ആണെങ്കിൽ നമ്മൾ 2 വെച്ച് ചെയ്താൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ഈ ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഈ ചെയ്ത ബ്രെഡ് പോക്കറ്റ്സ് നമ്മളിതുപോലെ ചെയ്തെടുത്ത് വറുത്ത് മാറ്റി വയ്ക്കുക. ഒരു ടിഷ്യൂവിൽ കണ്ടെയ്നറിൽ വയ്ക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു. ചെറിയ സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ, ഫ്ലെയിം കുറച്ച് വേണം നമുക്ക് ചെയ്യാനായിട്ട്. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോവും നമ്മുടെ ഓയിലൊക്കെ. അപ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു തുടങ്ങി. അങ്ങനെ നമ്മൾ ഓരോ പോക്കറ്റ്സും നമ്മളിതുപോലെ പിടിച്ചിട്ട് നമ്മൾ സിസേഴ്സ് കൊണ്ട് നമ്മളിതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്യാം. സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കാൾ എളുപ്പം നമുക്ക് ഈ സിസേഴ്സിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഷാർപ്പിൻ്റെ ആ ഭാഗം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പോക്കറ്റായിട്ട് അടർത്തിയെടുക്കുക, ഉൾഭാഗം. അപ്പോൾ നമ്മൾ ഓരോ പോക്കറ്റ്സും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ സിസേഴ്സ് വെച്ച് തന്നെ നമുക്കിതുപോലെ ഫില്ലിങ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ തുറന്ന് വയ്ക്കാം. അപ്പോൾ ഈസിയായി. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് ഓയിലിട്ട് നമുക്ക് ഡീപ്പ് ഫ്രൈ ആക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ആയാലും മതി, മീഡിയം ഒരു ഇതിൽ. അപ്പോൾ നമ്മളിതുപോലെ ജസ്റ്റ് മറിച്ചും തിരിച്ചിട്ട് നമ്മുടെ ഈ ചിക്കൻ വറുത്തു. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ചിക്കനെ മൊത്തത്തിൽ പൊടിക്കില്ല, കുറച്ച് ഭാഗം പൊടിച്ച് വയ്ക്കും, കുറച്ച് ഭാഗം നമ്മളിതേയും ചെറിയ ചെറിയ പീസായിട്ട് തന്നെ വയ്ക്കും. നമ്മൾ ഈ ഫില്ലിങ് വെച്ചതിൽ ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം ഇതാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് മയോണൈസാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് സോസോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ മയോണൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നമുക്ക് ഈ ഫില്ലിങ് നമുക്ക് ഓരോ പോക്കറ്റ്സിലും ഇതുപോലെ ഫില്ല് ചെയ്യാം. ചിക്കൻ മിൻസ് ചെയ്ത് വെച്ചതും അതുപോലെ ചിക്കൻ പീസും നമുക്ക് ഇടയ്ക്കൊക്കെ അടിക്കാൻ ഓരോ പീസ് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ എല്ലാ പോക്കറ്റ്സും നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, ഒന്നും തന്നെ വിട്ടുപോയിട്ടില്ല. ഓരോ പോക്കറ്റ്സും ഇതുപോലെ ഫില്ലിങ് നിറയ്ക്കുക.
നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാനായിട്ട് ഇതുപോലെ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ ഒരു വെറൈറ്റി സ്നാക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി ഒരു ടഫ് ഉണ്ടാവും, എന്നാലും നമുക്ക് ട്രൈ ചെയ്യണം എല്ലാവരും. നല്ല ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നല്ല രുചിയുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഓരോ പീസ് ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബ്രെഡ് പോക്കറ്റ്സ് എല്ലാം ഇവിടെ റെഡിയായി. ഓൾമോസ്റ്റ് തന്നെ എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ട് ബ്രൗൺ നിറമായിട്ടുണ്ടെന്നാണ് കാണിച്ചു തന്നത്. ഇതിലിപ്പോൾ നമുക്ക് 7 പോക്കറ്റ്സ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ റൂഹ് അഫ്സ മിൽക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ.